ഇതൊന്നിന്റെയും തുടക്കമല്ല. ഞാനൊന്നിന്റെയും വക്താവുമല്ല. എങ്കിലും അനന്തമായ നിഗൂഢതകളുടെ ഖനികളും കയറി പിണഞ്ഞു കിടക്കുന്ന ഈ ജീവിത വഴികളിലെ യാത്രയിൽ നിങ്ങളോടൊപ്പം അല്പനേരം അല്ല ഞങ്ങളുമുണ്ട്. ഞാൻ ആരാണെന്നല്ലേ, എന്നോടൊപ്പം ഉള്ളതാരൊക്കെയാണെന്നല്ലേ പറയാം. ഞാനൊരു കഥയെഴുത്തുകാരനാണ്. അല്ല, ജീവിതമാണ് ഞാൻ എഴുതുന്നത്. എവിടെ നിർത്തണമെന്നറിയാതെ, ആരെ മാറ്റണമെന്നറിയാതെ. പിന്നെ കൂടെയുള്ളവർ അവർ വരും, ഒന്നൊന്നായി കൂട്ടമായി ജീവിതരംഗത്തിലെ വേഷങ്ങളാക്കി വെക്കുക. രാവിലെ എത്തിയോ സാഹിത്യ പൊങ്കാവൻ? ഇയാൾ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞത്? എഴുത്തുകാരനാണ്. കഴുകാത്ത ഒരു രൂപയും കളസവും, മൂട്ട കയറി ഒരു സഞ്ചിയും, പിന്നെ മഷി പടന്ന കുറെ പേപ്പർ ഉണ്ടെങ്കിൽ ആരെങ്കിലും എഴുത്തുകാരനാകുമോ? ഒരു പണിയില്ലാതെ നടക്കുക. വരുന്ന കണ്ടില്ലേ? കണ്ട നല്ല മാന്യന്മാരാ, വലിയ ജോലിക്കാരാണെന്ന് തോന്നുന്നു. കുടുംബം കലക്കാനുള്ള പോക്ക. ഈ കട ഇനി എന്നാണോ തുറക്കുന്നത്? തുറന്നായിരുന്നെങ്കിൽ കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യക്കാർ ഒരുപാടുണ്ടതേ. ആവശ്യക്കാർ അവർക്ക് വേണ്ടിയാണല്ലോ എല്ലാ കച്ചവടങ്ങളും ആരംഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ഇനി ഇവിടെ വരേണ്ടത് ഒരു മൾട്ടിമീഡിയ ഷോപ്പാണ്. അതെന്താ ഈ മൾട്ടിമീഡിയ? ഞാൻ നോക്കിയിട്ട് ഒരു മൊബൈൽ കടയാണ് നല്ലത്. ഞാനും അത് തന്നെയാ പറഞ്ഞത്. മൊബൈലും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ. അത് വേണ്ട കവി, ഇതൊക്കെ ഈ നാട്ടുകാരെ തലക്ക് പിടിച്ചാൽ അവർ പിന്നെ ഞങ്ങളുടെ കടയിൽ വരാതാവും. മാറ്റം അനിവാര്യമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അവ മാറ്റുവിൻ നിങ്ങളെ തന്നെ എന്നാണല്ലോ. താൻ ആദ്യം തന്റെ ആ രൂപ എന്ന് മാറ്റി, പിന്നെ ആകട്ടെ ബാക്കിയല്ല. ഇവന്മാരെ മനസ്സിലായില്ലേ? പഠിക്കാനാണെന്നും പറഞ്ഞ് രാവിലെ പോകും, വൈകിട്ട് വരും. എവിടെ പോകുവാണോ എന്തോ. നമ്മളെയൊക്കെ വലിയ പുച്ഛമാണ്. നിർത്തണം. അറിവിലൂടെ മാത്രമേ ഈ ഇരുളിനെ നീക്കുവാൻ കഴിയൂ. നാളെയുടെ വെളിച്ചമാകാൻ, അറിവിന്റെ കിരണമാകാൻ പോകുന്ന മൺവിളക്കുകളാണിവർ. അറിവ് കിട്ടി തന്റെ കൂട്ടാകുന്നത് നല്ലതേ, പഠിക്കാതിരിക്കുന്നതാണ്. കുപ്പിതാണോ? തന്റെ അഹങ്കാരം എന്നോട് കാണിക്കരുത്, കേട്ടോ? കട ഇപ്പം തുറന്നേ ഉള്ളൂ, താൻ അവിടെ നിന്നില്ല. വലിക്കുന്നോ? വേണ്ട. ഇത് ശശി, ഇവിടുത്തെ ഒരു പ്രധാന ജലസംഭരണിയാണ്. വലിയ സാറാവാൻ പോവല്ലേ? പഠിച്ച് നീ എന്നെ പോലായാ മതി, കേട്ടോ? അപ്പോഴും നീ അവന് സ്കൂളിൽ പോകണല്ലോ. ഇവിടെ വാട, ഇങ്ങോട്ട് തിരിക. അവന്റെ ഒരു ബാഗ്. താൻ എന്തായി കാണിക്കുന്നത്? താനൊക്കെ ഒരു മനുഷ്യനല്ലതായി. ജീവിതത്തിന്റെ ചിന്തകൾക്ക് മേൽ പ്രകൃതിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയതുപോലെ. ചെവിക്കലിന് അടി കൊണ്ടിട്ട് മനസ്സിലാക്കാൻ വയ്യാത്തവരാ അറിവിന്റെ നിറകുടം. എന്താണ് ഇവിടെ? മദ്യത്തിന് മനുഷ്യനെ നശിപ്പിക്കുവാനേ കഴിയുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നോക്കൂ, ആത്മാവ് പോലെ വന്നവനാ. ഇപ്പം കണ്ടില്ലേ ചോരയും നീരുള്ള മനുഷ്യനായത്? താൻ പറഞ്ഞത് ശരിയാ. ചോരയും വരുന്നുണ്ട്, അങ്ങ് കുഞ്ഞൊക്കെ നീരും വെച്ചിട്ടുണ്ട്. ഒഴിക്കട്ടെ? വലിക്കുന്നോ? ഇല്ല ചേട്ടാ, ഈ കട വാടകയ്ക്കാരാന്ന് മുതലാളി പറഞ്ഞു. ലൊക്കേഷനൊക്കെ ഒന്ന് കാണാൻ വന്നാ. കൊള്ളാം. മദ്യവുമായി മയക്കുമരുന്നുമാണ്. ഇനി വേണ്ടത് വിരൽത്തുമ്പിൽ ലോകം തുറക്കുന്നു. ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിവര സാങ്കേതിക വിദ്യയുടെ മായാജാലകമാണ്. നോക്കട്ടെ. അവന്റെ വാക്കുകൾക്ക് കാരിരുമ്പാണിയുടെ മൂർച്ചയില്ലേ? ഉണ്ട്. കാലിൽ ആണിരോഗമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇതാണ് ലാസ്റ്റ് വണ്ടി. ഒരു ശല്യവുമില്ല. വരിക, വാങ്ങുക, പോവുക. എഴുത്തു മതി, ഞങ്ങൾ പോവാ. ഒരു പണിയില്ല, അത് ചെയ്യാൻ.
ശശിയുടെ വീട്. മോനെ എന്നാ ചോറ് കഴിക്കണം. ചോറ് എടുക്കണേ. ഇന്ന ചോറ്. അയ്യോ അമ്മേ, അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ, അയ്യോ അയ്യോ അടിക്കല്ലേ, അടിക്കല്ലേ. മോനെ വെള്ളം, മോനെ വെള്ളം, വെള്ളം, വെള്ളം. അമ്മേ അമ്മ എന്നാ വെള്ളം. മാറ, അവർക്ക് വെള്ളം ഞാൻ കൊടുക്കാം. അയ്യോ വേണ്ട, 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 അയ്യോ വേണ്ട. അച്ഛാ, അയ്യോ വേണ്ട അച്ഛാ. ഇവിടെ വാടാ, എന്നാ പിന്നെ നീ കുടിക്കടാ, കുടിക്കടാ. അച്ഛാ, അയ്യോ വേണ്ട അച്ഛാ, കുടിക്കടാ. അയ്യോ വേണ്ട. അയ്യോ വേണ്ട, കൊടുക്കരുത്, ഒരു വിഷം കൊടുക്കരുത്, അവന്റെ ജീവൻ നശിപ്പിക്കരുത്. വേണ്ട, കൊടുക്കരുത്, കൊടുക്കരുത്. അപ്പൊ ഈ വിഷം കഴിച്ച് ഞാൻ ചാവട്ടെന്നല്ലേ നിന്റെയൊക്കെ മനസ്സിരിപ്പുള്ള വാഴ ഇവിടെ. കുടിക്കടാ, കുടിക്കടാ. ചേർന്ന് കൊടുത്ത ലഹരിയുടെ വിത്തുകൾ ആ ബാലനെ മറ്റൊരു മനുഷ്യനാക്കി. ഇന്നവൻ ഏറ്റവും ആവശ്യം ലഹരിയാണ്. അറിയാനേറെയുണ്ട്, പക്ഷേ കഴിയുന്ന ലഹരി. ഈ കഥ ഇന്നിവിടെ നിർത്തണം. ഇതൊരു മനുഷ്യന്റെ കഥയല്ലാതായി മാറുന്നു. അമേരിക്കയിലെ ലണ്ടനിൽ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കച്ചവടമുള്ളൂ. എനിക്ക് ഞാൻ ഇന്നലെ വന്നല്ലേ നിങ്ങളോട് ചോദിച്ചല്ലേ, എനിക്ക് വേണം. പറയാൻ പറഞ്ഞു. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ അടച്ചിട്ടുള്ള ഈ കടയുടെ ഉദ്ഘാടനമാണ്. അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യനെ എത്തിക്കുന്ന സ്വപ്നപേടകങ്ങൾ ഇന്നു മുതൽ യാത്ര ആരംഭിക്കും. അതെ അതെ, ഈ കടയുടെ ഒക്കെ മുതലാളി വന്ന ഉടനെ ഉദ്ഘാടനം നടത്തും. എടാ എന്തുവാണ് അവിടെ പോടാ വീട്ടിൽ. ഏതാനും നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മുടെ മുതലാളി ഈ കടയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ഇവനാണോ മുതലാളി? അതെ, നല്ല കാത്ത പൂശ, അല്ല പൂത്ത കാശ. ഓരോ ദിവസത്തെയും കളക്ഷനാണ് വൈകിട്ട് വന്ന് മേടിച്ചോണ്ട് പോകുന്നത്. അവൻ കടയിൽ സാധനം എടുക്കുക. നീ കടയിൽ മോഷ്ടിക്കും അല്ലേടാ? ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് ചോദിച്ചല്ലേ, എനിക്ക് കിട്ടിയ പറ്റും അത്രേ ഉള്ളൂ. അതിന് നീ മോഷ്ടിക്കാണോ ചെയ്യുന്നത്? അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അടിക്കല്ലേ, അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. മാറി നിൽക്കടാ, മാറി നിൽക്കാൻ. അയ്യോ അവനൊന്നും ചെയ്യല്ലേ, എന്റെ മോനൊന്നും ചെയ്യല്ലേ. അയ്യോ എന്റെ മോനെ, അയ്യോ എന്റെ മോനൊന്നും ചെയ്യല്ലേ. ശശി, ഇവൻ തന്നെ പുന്നാര മോനാണല്ലേ, മര്യാദ ചോദിക്കണം. എന്റെ മോനെ, എന്റെ മോനെ, എന്റെ മോനെ രക്ഷിക്കണേ, എന്റെ മോനെ രക്ഷിക്കേ, എന്റെ മോനെ രക്ഷിക്കാൻ പറ. മോനെ എന്റെ മോനെ, എന്റെ മോനെ എന്ത് പറ്റി? മോനെ മോനെ മോനെ
നശിച്ചുകൂടിയ എന്റെ മോനെ ഈ അവസ്ഥയിലാക്കി. എന്റെ മോനെ മോനെ ഇവനെ നമുക്ക് രക്ഷിക്കണം. ഇവനോട് കിടന്ന് മരിച്ചു പോകും. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ? താനൊന്ന് പോടോ. തനിക്കെന്താണോ അവിടെ കാര്യം? പോടോ. നിങ്ങളല്ലേ ഇത് ഉത്തരവാദി? നിങ്ങളല്ലേ അവന്റെ ജീവിതം നഷ്ടപ്പെട്ടത്? നിങ്ങളല്ലേ അവന് മദ്യം ഒഴിച്ചു കൊടുത്തത്? പോടോ. അവന്റെ ജീവിതം നശിപ്പിച്ചത് ഞങ്ങളല്ല, അവന്റെ അച്ഛനാ. ഒരു സന്തോഷ വാർത്ത. നമ്മുടെ പ്രിയങ്കരനായ മുതലാളി തന്റെ പുതിയ കടയിൽ നിന്നും ആദ്യത്തെ കച്ചവടം തികച്ചും സൗജന്യമായിട്ട് നടത്തുന്നു. ആ സമ്മാനം നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ശശിയേട്ടൻ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് നൽകുന്നതായിരിക്കും. അയ്യോ, എനിക്ക് വേണ്ട, വേണ്ട, എന്റെ മോനെ മതി, എന്റെ മോനെ. ശശി, എനിക്ക് വേണ്ടെങ്കിലും തന്റെ മോന് വേണം. എല്ലാരും സമ്മാനം അടിച്ച് കളഞ്ഞല്ലോ. താൻ പറഞ്ഞ പോലെ വേറൊരു ലോകത്തിലേക്ക് പോകാനുള്ള പേടകം തന്നെ ആയിട്ട്. ലഹരി തന്റെ ബോധം കവർന്നപ്പോൾ താൻ ചെയ്തൊരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഒരിക്കലും അയാൾ കരുതിയിട്ടുണ്ടാകും. മദ്യത്തിന്റെയും ലഹരി മരുന്നുകളുടെയും ഉപയോഗം നമ്മെ മാത്രമല്ല, നാളെയുടെ നാളങ്ങളാകേണ്ട നമ്മുടെ പിഞ്ചോമനകളുടെ ജീവിതം കൂടിയാണ് തകർത്തെറിയുന്നത്. നാം അറിയാതെ അവരിലേക്ക് നീളുന്ന വിഷച്ചാലുകളായി നാം മാറണമോ? ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇനി ഞാൻ നിങ്ങളുടെ അല്ല, നമ്മുടെ കഥയാണ് എഴുതുന്നത്. അബോധ തലങ്ങളിലെ അവ്യക്തമായ കഥകളല്ല, നാളെയുടെ വഴികളിൽ ഇനിയുള്ള തലമുറകൾക്ക് വഴികാട്ടിയാവുന്ന ജീവിത കഥകൾ തുടരുന്നു.